ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ചാടി അകപ്പെടുന്ന സുശീലയുടെ കരങ്ങളിൽ തന്നെയാണ് കേട്ടോ. അങ്ങനെ രവിയും ഇന്ദ്രനും കൂടിയിട്ട് മഞ്ചാടി ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷിച്ചിട്ട് സുശീലയാണെങ്കിൽ തനിക്ക് വലിയൊരു നിധി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്ന സന്തോഷത്തിൽ സുശീല കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നീട് വീട്ടിൽ കൊണ്ടുപോവാണ്, രവിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. സുശീലയും ഹർഷയും ഇങ്ങനെ പരസ്പരം ചിരിക്കുന്നുണ്ട്. ഈ സമയം മോളെ ഈ വെള്ളമൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം മഞ്ചാടി പറയണേ, ജീവരാജിന്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് അഭയം തന്നിരുന്നു, പക്ഷേ അതിനെ ഇല്ലാതാക്കിയത് എൻ്റെ വീട്ടുകാരാണ്. എൻ്റെ വീട്ടുകാർ അപ്പോഴേക്കും അവിടെ അവരെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്നെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ. അത് കേൾക്കുന്ന സുശീല പറയണേ, നീയും ജീവരാജൻ ജീവിക്കണം എന്നുള്ളത് ഈശ്വരാധീനമാണ്, അതുകൊണ്ടാണ് നീ ഞങ്ങളുടെ കൈകളിൽ എത്തിപ്പെട്ടത് എന്ന് പറയട്ടെ. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ, ശരിയാണ് മോളെ, നീ ഞങ്ങളുടെ കൈകളിൽ ആ സമയം എത്തിപ്പെട്ടത് നല്ല കാര്യം തന്നെയാണ്. എന്തായാലും നിന്നെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു, അല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. എന്നിട്ട് ഇന്ദ്രൻ പറയണേ, എന്തായാലും മോളെ, ഇപ്പൊ നീ ജീവരാജിനെയും ജീവിക്കണം എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം. അനന്തമാഷ് നല്ലൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ പറയാനുള്ളത്, നീ എന്തായാലും നിന്റെ വീട്ടിലോട്ട് പോകും, ഇപ്പൊ നീ പഠിക്കാണ് വേണ്ടത്. അത് കേൾക്കുന്ന രവി പറയുന്നത് ശരിയാണ്, അനന്തമാഷിനെ കുറിച്ച് അറിഞ്ഞു കൊടുത്തോളം അങ്ങേര് വേണ്ടതുപോലെ തന്നെ മക്കൾക്കെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ടും ആ മനുഷ്യനെ ഇട്ട് ദ്രോഹിക്കുന്ന ഒട്ടും ശരിയല്ല. അതുകൊണ്ട് തന്നെ മോളെ, നീ ഇപ്പൊ പഠിക്കുകയാണ് വേണ്ടത്. നീയും ജീവരാജ് പഠിക്കുക, എന്നിട്ട് പഠിച്ച് നല്ലൊരു സ്ഥാനത്തെത്തുമ്പോൾ പിന്നീടല്ലേ വിവാഹക്കാര്. ഇപ്പൊ അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാൻ പാടില്ല എന്ന് പറയട്ടെ. അത് കേൾക്കുന്ന സുശീല, നിങ്ങളൊക്കെ എന്തായി പറയുന്നത്? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മഞ്ചാടിയെ ഇപ്പോ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നിട്ടും ജീവരാജിനെ ഇപ്പൊ കൊല്ലാകൊല്ലി ചെയ്യുന്നത് എന്തിനാണ്? അപ്പൊ അതിനർത്ഥം എന്താ? അനന്തമാഷും കൂടി ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണേ, ഒരിക്കലും അനുപമയും ഈ പറയുന്ന അനന്തമാഷ് ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇങ്ങനെയൊക്കെ എന്താ അറിയാടാ, അവരും കൂടി അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ചെയ്യുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്താ, ഇപ്പൊ ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കിയിരുന്നല്ലോ എന്നിങ്ങനെ പറയണേട്ടോ. അപ്പോൾ ഉടനെ രവി പറയണേ, എന്തായാലും ഇവിടെ നമ്മളെ കൈകളിൽ കിട്ടിയത് പോലീസിനെ വിവരം അറിയിക്കുകയാണ് നല്ലത്, അല്ലായിരുന്നെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ സുശീല പറയും, അതിന്റെ ആവശ്യമില്ല, പോലീസിനെ അറിയിക്കണ്ട. അത് കേൾക്കുന്ന ഇന്ദ്രൻ പറയണ, ഒരു പെൺകുട്ടി അവിടെ നിന്നും വീട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ദാസാറും മറ്റുള്ളവരൊക്കെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ അവളെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ കുടുങ്ങിപ്പോകും, അതുകൊണ്ട് വിവരങ്ങൾ അറിയിക്കുകയാണ് നല്ലത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മഞ്ചാടി പറയണേ, അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയട്ടോ. അപ്പൊ സുശീലക്കും ഹർഷയ്ക്കും ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് കേട്ടിട്ട് മഞ്ചാടി പറയണേ, അതിന്റെ ഒന്നും ആവശ്യമില്ല, പോലീസുകാർ ഈ വീട്ടിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം, എന്നെ സംരക്ഷിച്ചത് ഇവരാണ്, എൻ്റെ വീട്ടുകാർ എന്നെ കൊല്ലുകയുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിന്ന് എന്നുള്ള സത്യം ഞാൻ വെളിപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ സുശീലക്ക് ഒരു ആത്മധൈര്യമൊക്കെ വരികയാണ്. എന്നിട്ട് സുശീലയോട് പറയണം, എന്നെ രക്ഷിച്ചതുപോലെ എൻ്റെ ജീവരാജിനെ രക്ഷിച്ചെടുക്കുക, എന്നെ രക്ഷിച്ചതുപോലെ തന്നെ എൻ്റെ ജീവരാജിനെ എൻ്റെ കൈകളിൽ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹർഷിങ്ങനെ പുഞ്ചിരിയോടുകൂടി സുശീലയെ നോക്കാനായിട്ട്. സുശീലയാണെങ്കിൽ വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ പിന്നീട് മഞ്ചാടി പറയണേ, എന്തായാലും ഇന്ന് രാത്രി നിങ്ങൾ എനിക്കൊരു അഭയം തന്നാൽ മതി, നാളെ രാവിലെ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം, ഞാൻ മരിക്കാമെന്ന് കരുതിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ വീട്ടുകാർ എന്നോടും എൻ്റെ ജീവരാജിനോടും ചെയ്ത ചതി ഓർക്കുമ്പോൾ എനിക്ക് മരിക്കാനാണ് തോന്നുന്നത്, പക്ഷേ അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ മരിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നിങ്ങളാണ് എൻ്റെ മുന്നിൽ ദൈവദൂതന്മാരെ പോലെ നിങ്ങളാണ് എത്തിയത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ സുശീല അതിമ കയറി പിടിക്കാൻ, മോളെ നീ ഭയപ്പെടുന്നു വേണ്ട, നീ എന്തായാലും ഇവിടെ നിൽക്കും, നാളെ രാവിലെ ആകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തനിക്ക് മുന്നിൽ വലിയൊരു പൊന്മുട്ടയിടുന്ന താറാവ് എന്ന് പറയുന്നത് പോലെ ഒരു താറാവിനെ തന്നെയാണ് സുശീലക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതേ സമയം രഘുവിനെയാണ് കാണിക്കുന്നത്. രഘുവിനെ കിട്ടുന്ന ഇറങ്ങുമ്പോൾ തന്റെ ഫോൺ അടിക്കണേ. രഘു ഫോൺ എടുത്തോടെ തന്നെ എന്ത് പറ്റി ദാസാർ എന്ന് ചോദിക്കുമ്പോൾ, ദാസങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നത്, നമ്മുടെ മഞ്ചാടി വീണ്ടും ചാടിയിരിക്കുന്നു. എന്തായി പറയുന്നത്? അതെ, മഞ്ചാടി വീണ്ടും പോയിരിക്കുന്നു. നിന്റെ അടുത്ത് അമ്പിളി ഉണ്ടോ? ഇല്ല, അമ്പിളി ഇല്ല, എന്ന് ആരെയും അറിയിക്കരുത്, ഞാൻ പറയുന്ന കാര്യം നീ കേൾക്കുക, അവൾ വീണ്ടും പോയിരിക്കുന്നു, എന്നാൽ ഞാൻ ഇത് വരുന്നു എന്ന് പറയുമ്പോൾ വിനയം പറയേ, അത് വേണ്ട, നീ അവിടെ രഘുവിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു തീർച്ചയായും അത് പ്രശ്നമാവും. അപ്പോൾ തന്നെ ഇവിടെ അമ്പിളി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്പിളിയും ചീരുവും അനുപമയും കൂടി ഒരു റൂമിലാണ് കിടക്കുന്നത്, എന്നാൽ ആരെയും അറിയിക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നാളെ രാവിലെ രഘുവേട്ടൻ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം ശബരിയും പറയുന്നത്, രഘുവേട്ടൻ അങ്ങനെ ചെയ്താൽ മതി, മറ്റുള്ളവർക്ക് സംശയം തോന്നുന്നു. അപ്പോഴേക്കും ദാസ് പറയണം, ഞങ്ങൾ എന്തായാലും രാവിലെ ആകുമ്പോഴേക്കും മഞ്ചാടിയെ കണ്ടെത്തും. അത് കേട്ട ഉടനെ രഘു പറയുന്നുണ്ട്, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കില്ല, നല്ല നമ്മളെ കൊണ്ട് കൂട്ടിയേ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് കേട്ട ഉടൻ തന്നെ ദാസ് പറയണേ, അതൊന്നും നടക്കത്തില്ല, കാരണം നമ്മളിപ്പോ ജീവരാജന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വിവരം പോലും പോലീസിനെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ മഞ്ചാടി നമ്മളെ കൈവിട്ട് പോയി എന്ന് അറിഞ്ഞാൽ പിന്നീട് പോലീസ് നമ്മളെ ചോദ്യം ചെയ്യില്ലേ, നമ്മുടെ കൈകളിൽ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പ്രശ്നമാവില്ല എന്ന് പറയാനിട്ടോ. പിന്നീട് മാഷിനെയാണ് കാണിക്കുന്നത്. മാഷിനുള്ള ചായമായ അനുഭവം അങ്ങനെ വരികയാണ്. പത്രം അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയം അമ്പിളി, ഇതുവരെ രഘുവേട്ടൻ നീട്ടില്ലല്ലേ, എന്തൊരു കഷ്ടമാണ്, ഇങ്ങനെ ഈ ഉറക്കം എന്ന വിചാരം മാത്രമേ ഉള്ളൂ, എന്തൊരു ഉറക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മാഷ് പറയണം, അവനെ ഉറങ്ങിക്കോട്ടെ, അവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ. പിന്നീട് ഇങ്ങനെ അമ്പിളി അത് പറയുമ്പോൾ, എന്നാലും ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു ഉറക്കം എന്ന് പറയുന്നു കേട്ടോ. നീ ഇങ്ങനെ വെറുതെ ഒച്ചുംവിളി ഉണ്ടാക്കി
ഉണ്ടാക്കല്ലേ എന്നിങ്ങനെ അനന്തമാഷ് പറഞ്ഞുകൊണ്ട് തന്നെ വെറുതെയാണ് അച്ഛാ മഞ്ചേരിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ, ദാസങ്ങൾ ഇനിയിപ്പോ എന്താ തീരുമാനം എടുക്കുന്ന അറിയണ്ടേന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മാഷി ചോദിക്കുക, എന്താ നീ പറയുന്ന ദാസങ്ങൾ ഇനി ഒരു തീരുമാനം എടുക്കുന്നേ, ദാസത്തിന് എന്ത് പങ്ക് എന്ന് ചോദിക്കാനായിട്ട് അത് കേൾക്കുന്ന അമ്പിളിങ്ങനെ തപ്പിപ്പിടിച്ച് സംസാരിക്കാനായിട്ട് അപ്പോഴേക്കും അനുപമ അവിടെ പെട്ടെന്ന് അങ്ങ് ഒരു നുണ പറയാണ്, അത് പിന്നെ ദാസങ്ങള് ഇനിയിപ്പോ പോലീസുകാർക്ക് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മുടേതായ ഒരു അന്വേഷണം നടത്താന്ന് പറഞ്ഞിരുന്നു, അത് പറഞ്ഞതാണ്. അപ്പോഴേക്കും ഒരു എണീറ്റ് വരാൻ ശരിയാണ് ദാസങ്ങൾ നടത്താന്ന് പറഞ്ഞിരുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. എന്തായാലും എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. എന്തായാലും ജീവരാജിനെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പൊ പോലീസുകാരോട് ഞാൻ കാര്യങ്ങൾ എന്താണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആരോ ബെല്ലടിക്കുന്നു കേട്ടോ, ഞാൻ ആരാണെന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെല്ലാണ് അനുപമ. അങ്ങനെ അനുപമ ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ജീവരാജിന്റെ അച്ഛനും അമ്മയും ആയിരിക്കൂട്ടോ. എന്താ ഈശ്വര ഞാൻ ചെയ്യുക എന്നറിയാതെ അനുഭവം അങ്ങനെ നിൽക്കുമ്പോൾ മാഷ് പുറത്തോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എവിടെ അനന്തമാഷ് എവിടെ ഉണ്ടോ എന്ന് ചോദിക്കാൻ അപ്പോഴേക്കും മാഷ് വന്ന് ഇത് ജീവരാജന്റെ അച്ഛനും അമ്മയല്ലേ അതെ എന്ന് പറയാനായിട്ട്. എന്നിട്ട് പറയണ മാഷെ ഞങ്ങളുടെ മകനോട് ഇത്രയും ക്രൂരത നിങ്ങൾ ചെയ്യരുതായിരുന്നു. ഇത് കേട്ട മാഷ് പറയുന്നത് എന്താ നിങ്ങൾ ഈ പറയുന്നത്, എല്ലാ ക്രൂരതയും എൻ്റെ കുട്ടിയോട് ചെയ്തിട്ട് അത് കേട്ട ഉടനെ നിങ്ങളുടെ മകനെ നിങ്ങളുടെ വീട്ടുകാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ മൂത്ത മകളും അതുപോലെ നിങ്ങളുടെ ചെറിയ മകളും ദാസും ശബരിയും വിനയനും ഒക്കെ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞത് പ്രകാരം നിങ്ങളുടെ മകളെ ഞങ്ങൾ തിരിച്ചു തന്നു, എന്നിട്ടും ഞങ്ങളുടെ മകനെ എന്തിനു പോലീസ് പിടിച്ചുകൊണ്ട് ഇത്രയും വലിയ ക്രൂരത ഞങ്ങളോട് ചെയ്യരുതായിരുന്നു, എൻ്റെ മകനൊരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങളുടെ വഴിക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തിന് ഞങ്ങളുടെ കുഞ്ഞിനോട് ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ അമ്പിളിയോടെ തിരിക്കുന്നു കേട്ടോ. അപ്പൊ അമ്പിളിയോട് ചോദിക്കും, അമ്പിളി നീ അറിഞ്ഞിരുന്നോ മഞ്ചാടിയെ കൂട്ടിക്കൊണ്ട് നിന്റെ ഇത് പ്രകാരമാണോ ഇവർ പറയുന്നതൊക്കെ സത്യമാണ്, അത് പിന്നെ അച്ഛാ എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അത് പറയുമെന്ന് പറയുമ്പോൾ ആ മഞ്ചാടി നമ്മുടെ കൈകളിൽ ഉണ്ട് എന്ന് പറയട്ടോ. ആ സമയം മാഷ് അവരോട് സോറി പറയണം, ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, നിങ്ങളുടെ മകൻ ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടി വരില്ല, അത് ഞാൻ എന്തായാലും രക്ഷിച്ചെടുക്കും, നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പോയിക്കോളൂ എന്നും പറഞ്ഞിട്ട് മാഷ് പറഞ്ഞു വിടുന്നു കേട്ടോ. പിന്നീട് മാഷ് തന്റെ 2 മക്കളെ ഇങ്ങനെ നോക്കിയിട്ട് അനുപമയോട് ചോദിക്കുന്നുണ്ട്, അനുപമയെ നിനക്കറിയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അനുപമ പറയണം ചേച്ചി പറഞ്ഞിട്ട് എനിക്കറിയാം എന്ന് പറയാനായിട്ട്. അങ്ങനെ ആകെ കൈവിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ മാഷ് വലിയ ദേഷ്യത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രന്റെ അരിയിലോട്ട് സത്യന് വരികയാണ്. അപ്പൊ സത്യനും ക്ഷാമുണ്ട്. അങ്ങനെ സത്യം ചോദിക്കുകയാണ് എന്താണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇനിയിപ്പോ മുന്നോട്ട്, അമ്മയുടെ അവസ്ഥ എന്താണ്, അമ്മക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ പറയുമ്പോ അമ്മ നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാത്തുള്ള കുഴപ്പങ്ങളാണ്. അപ്പോഴേക്കും സോന ചായയുമായി വന്നിട്ട് അങ്ങനെ സോനക്ക് ചായ ഇങ്ങനെ കൊടുക്കുമ്പോൾ പ്രതിഭയും ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ ഉടൻ തന്നെ അമ്മ നേരത്തിനും കാലത്തിനും ഭക്ഷണം കഴിക്കാത്തതും അതുകൊണ്ടുള്ള BP-യുടെ പ്രശ്നങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ സോന പറയണേ ഇതിപ്പോ ഇത്ര വലിയ കുറ്റം പറയാനില്ല, അമ്മയെ ആരും നിർബന്ധിച്ച് കഴിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ, അമ്മ കഴിക്കാത്തതിൽ തെറ്റുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഷാമു പറയണേ സോനെ തെറ്റുണ്ട്, നിന്റെ അടുത്ത് തെറ്റുണ്ട്, എൻ്റെ അച്ഛൻ എത്രമാത്രം ഭക്ഷണം കഴിച്ചിരുന്നില്ല നിനക്കറിയാലോ, നമ്മൾ നിർബന്ധിച്ചിട്ടില്ല, അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്യൽ തുടങ്ങി, അതുപോലെ നിന്റെ അമ്മയുടെ കാര്യത്തിൽ നീ ചെയ്യണമായിരുന്നു, നീ എല്ലാ ഭക്ഷണം കൊടുക്കണമായിരുന്നു. അത് കേട്ട ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ അയ്യോ എൻ്റെ അമ്മയെ അങ്ങനെ രോഗിയാക്കി മാറ്റി എന്ന് പറയട്ടോ. അപ്പൊ ഇത് കേട്ടിട്ടാണ് സുശീല അങ്ങോട്ടേക്ക് വരുന്നത്. പറയണേ സുശീല അങ്ങനെ ചാവുന്നെങ്കിൽ ഒരൊറ്റടിക്ക് ചാവുകയുള്ളൂ, അല്ലാതെ കിടന്ന ചാവുന്ന പരിപാടി സുശീലക്കില്ല എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന ഷ്യാമിനെ അങ്ങ് പിടിച്ചില്ല. ഷ്യാമും ഈ പറയുന്ന സോനയും സത്യനൊക്കെ എവിടെ നിന്ന് എണീറ്റ് പോകണം, നല്ലൊരു കാര്യം പറഞ്ഞാലും ഇതിന് തിരിച്ചടി ഇങ്ങനെയാണല്ലോ. അപ്പോഴേക്കും തന്റെ മുഖം ഇങ്ങനെ മറച്ചു പിടിക്കണം ഇന്ദ്രൻ പേപ്പർ കൊണ്ട്. അപ്പോൾ സത്യന ആ പേപ്പർ വാങ്ങിയിട്ട് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് എടാ നീ ഇങ്ങനെ ചായ കുടിച്ചിരുന്നാ പോരെ, നീ എന്റെ കൂടെ വരുന്നുണ്ട്, നമുക്ക് കയ്യിൽ കിട്ടിയിരിക്കുന്ന എന്താണെന്ന് അറിയില്ലേ, അത് വെച്ച് നമുക്കൊരു മുതലെടുപ്പ് നടത്താമെന്നും പറഞ്ഞിട്ട് ഇന്ദ്രനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ.